ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എങ്ങും പ്രളയം, മാറാ രോഗങ്ങൾ, ദാരിദ്ര്യം, കടം, പട്ടിണി മരണങ്ങൾ, ക്രൂരതകൾ, പീഡനങ്ങൾ, ആത്മഹത്യകൾ, അരുംകൊലകൾ, യുദ്ധങ്ങൾ എന്നു വേണ്ട സകലമാന പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ ഒരുമിച്ച് ലോകത്തെ വളഞ്ഞു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെ മുതലെടുക്കാൻ ഒരു വിഭാഗം വിശ്വാസികൾ ശ്രമിക്കുമ്പോൾ അവരുടെ കള്ളവും കപടവും ബിസിനസ് തന്ത്രങ്ങളും അവസരോചിതമായി മതം മാർക്കറ്റ് ചെയ്യുന്ന രീതികളും വിമർശിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് അവരെ വിമർശിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. ആദ്യം നമുക്ക് ഈ കൊറോണ വന്ന സമയത്ത് അവർ പറഞ്ഞു, വിശ്വാസികളായ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു, ലോകാവസാനത്തിൻ്റെ അടയാളമായി കാണാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വൈറസുകൾ മനുഷ്യന്റെ ജീവൻ കീഴടക്കുമെന്ന് പ്രവാചകൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ക്വാറന്റൈൻ വന്നപ്പോൾ ഇവർ പറഞ്ഞു, പ്ലേഗ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഒരു സ്ഥലത്ത് പിടിപെട്ടാൽ പ്രവാചകൻ പറഞ്ഞു, ആ നാട്ടിലേക്ക് ഒരാളും പോകരുത്, ആ നാട്ടിൽ നിന്ന് ഒരാളും പുറത്തേക്കും പോകരുത്. ലോക്ക്ഡൌണിനും ഹദീസായി. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് തെളിവുകൾ ഹാജരാക്കുന്നവർ ഇന്നേവരേക്കും ഒരു വിഷയം സംഭവിക്കുന്നതിനു മുമ്പ് ഇന്ന കാര്യം ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞു വന്ന ചരിത്രമേയില്ല. ഇന്നിപ്പോൾ ലോകം കീഴ്മേൽ മറിഞ്ഞുപോയി. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ. സ്ത്രീകളെ സംബന്ധിച്ചാണ് ലോകാവസാനത്തിന്റെ അടയാളമായി പ്രവാചകൻ എണ്ണിപ്പറഞ്ഞത്. ചില സ്ത്രീകൾ, അവൾ മറ്റുള്ളവരെ നോക്കി ചായുന്നവളാണ്, അവരെ ഇങ്ങോട്ട് ചായ്ക്കുന്നവളാണ്, പിന്നെ അവൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവളുടെ തലയുണ്ട്, അവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ പൊങ്ങിയിരിക്കും. റുഊസഹുന്ന, അവരുടെ തല, അതായത് മുടി ഇങ്ങനെ ചുരുട്ടി കെട്ടി വെക്കും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ആഗതമായാൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ ശരിക്കും ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ സംഭവിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതാണ്ട് നമ്മുടെ നാട്ടില് ഇസ്ലാമിക നിയമപ്രകാരമുള്ള സകലമാന തെളിവുകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങൾ പ്രത്യക്ഷപ്പെടും. ശരിയാണ്. പാടങ്ങളും വയലുകളും ഒക്കെ നികത്തി അവിടെയൊക്കെ വലിയ വലിയ കൊട്ടാര സൗധങ്ങളായി. മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു കാലഘട്ടം വരും. ശരിയാണ്. മനുഷ്യൻ സമ്പത്തിന്റെയും പെണ്ണിന്റെയും അധികാരത്തിന്റെയും പിന്നാലെ ഓടും. അത് അന്ന് ഓടിയിട്ടുണ്ടല്ലോ, അതൊന്നും വലിയ കാര്യമല്ലല്ലോ. അപ്പോ ലോകാവസാനത്തിന്റെ അടയാളമായി പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ ചില വിഷയങ്ങൾ നമ്മുടെ സിംസാർ ഹക്ക് ഹുദവി നമ്മളോട് വിശദീകരിച്ച് തരുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഭക്ഷണ തളികയിലേക്ക് വിശന്നു നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് കൈനീട്ടി ഭക്ഷണം ആർത്തിയോടുകൂടെ തിന്നാൻ കൈനീട്ടുന്ന പോലെ ലോക സമുദായങ്ങൾ, ലോക രാജ്യങ്ങൾ, ലോക സംഘടനകൾ, സംവിധാനങ്ങൾ മുസ്ലിമിനെതിരെ കൈനീട്ടുന്ന കാലം വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകാലുൽ ഉമം, സർവ സമുദായവും ലക്ഷ്യം വെക്കുന്നത് ഒരു സമുദായത്തെ, സർവരുടെയും ചിന്ത ഒന്നിനെ ഒന്ന് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം. അങ്ങനെ സർവരാലും ഈ ഉമ്മത്ത് വലയം ചെയ്യപ്പെടുകയും ഈ ഉമ്മത്തിനെ മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് ഇമാം മഹദി എന്ന എന്റെ വീട്ടുകാരനും എന്റെ ബന്ധുവും വരുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി
ലോകാവസാനത്തിന്റെ അടയാളമായി പ്രവാചകൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് സിംസാറുൽ ഹഖ് ഹുദവി നമ്മളോട് എണ്ണിപ്പറഞ്ഞത്. അതിലൊന്ന്, ഒരു പാത്രത്തിൽ നിന്ന് എല്ലാ ആൾക്കാരും ആർത്തിയോടുകൂടി ഭക്ഷണം വാരുത്തുന്ന പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടില്ലേ? എന്താ മനുഷ്യൻ, വളരെ വലിയ സൂപ്പർ മാർക്കറ്റുകളും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കൊട്ടാരങ്ങളും ഒക്കെ ഉള്ളവർ ഒരു ബ്രഷിനു വേണ്ടി ക്യാമ്പിൽ നിന്നൊരു വണ്ടി പോയപ്പോൾ ഓടി വന്ന കഥ പല ആവർത്തി വായിച്ചവരാണ് നമ്മൾ. അത്തരത്തിലൊരു കാലം വന്നാൽ ലോകാവസാനമായി. 2 എന്താണ്? മുസ്ലിങ്ങൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടുക. പറയാനുണ്ടോ? മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. മുസ്ലിങ്ങളെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുക. ശരിക്കു പറഞ്ഞാൽ മുസ്ലിങ്ങൾ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്നു. എന്തിന്? എല്ലാവരെയും തച്ചൊടച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി കഴുത്ത് വെട്ടി കൊന്നൊടുക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇൻകിലാബ്, നമുക്ക് അള്ളാഹുവിന്റെ രാഷ്ട്രം സ്ഥാപിക്കാൻ, നമുക്ക് ഹുക്കൂമത്തെ ഇലാഹി, സൃഷ്ടാവായ രക്ഷിതാവിന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന മരണപ്പാച്ചിലും നമ്മൾ മുതലാക്കി. വളരെ ഗൗരവമുള്ള ഹദീസുകളാണ് ഇതൊക്കെ. നമ്മുടെ വിഷയം അടയാളങ്ങളെ സംബന്ധിച്ചല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഹെഡ്ലൈൻസ് വായിക്കുന്ന പോലെ ഓടിച്ചു പോവുകയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ, എന്നാൽ അവർ വസ്ത്രം ധരിച്ചില്ല, വിവസ്ത്രയാണെന്ന് പറഞ്ഞുകൂടാ. ബോഡി ഷേപ്പുള്ള വസ്ത്രം, അർദ്ധനഗ്ന വസ്ത്രം. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാരണം പറയാൻ ഞാൻ വിട്ടുപോയി. ഇമാം മഹ്ദി എന്നൊരാൾ നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ലോകം ഭരിക്കാൻ വരും. അപ്പോ ഉറപ്പിച്ചോണം ലോകാവസാനത്തിന്റെ അടയാളം. അപ്പൊ അദ്ദേഹം വരുന്നതിന് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗം മറക്കുകയും മറ്റൊരു ഭാഗം വെളിവാക്കുകയും ചെയ്ത് അന്യ പുരുഷന്മാർ തന്നെ നോക്കണം, തന്നെ ഒന്ന് തൊടണം, തന്നിലേക്ക് ആകർഷിക്കണം, തന്നെ ഒന്ന് പ്രേമിക്കണം. ആ രീതിയിൽ പെണ്ണുങ്ങൾ വസ്ത്രവിധാനം ചെയ്ത് നടക്കുന്ന കാലം. ശുദ്ധമായ ഹദീസിൽ 1400 കൊല്ലം മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹ് ഇതൊന്നും പുരുഷന് ബാധകമല്ല എന്നുകൂടി ആലോചിക്കണം. പുരുഷന് ഏത് രൂപത്തിലുള്ള വസ്ത്രവും ധരിക്കാം, സ്ത്രീകളെ ആകർഷിക്കാം, അങ്ങോട്ട് ചായ്ക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാ നിബന്ധനകളും ഇസ്ലാമിൽ ആർക്കാണുള്ളത്? സ്ത്രീകൾക്കാണ്. 2 വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാഗ്യം കണ്ടിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. ചില നിയമപാലകന്മാരെയാണ് ഹബീബ് തങ്ങളിൽ പറയുന്നത്. ചാട്ടവാറ് പോലെ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. നബി പറയുന്നു, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവര് വരാൻ പോകുന്നവരാണ്. പൊതുജനങ്ങളെ അടിക്കുന്നത്, നിരപരാധികളെ പ്രഹരിക്കുന്നവർ. എന്ന് പറഞ്ഞു വേറെ ഒരു വിഭാഗം, എന്നാൽ വസ്ത്രമില്ലാതെ നടക്കുന്ന, പൂർണ്ണ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മുമീലാത്തുൻ, പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും കൊതിച്ചു നടക്കുന്നവർ. മാഇലാത്ത്, തന്നിലേക്ക് അന്യൊരു പുരുഷൻ ആകർഷിക്കണം, അവൻ എന്നെ സ്നേഹിക്കണം, അവൻ എന്റെ പിന്നാലെ വരണം എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടികൾ എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അന്ത്യനാളിനോടടുക്കുമ്പോൾ പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കാണാൻ കഴിയും. എന്നെ നോക്കണം, എന്നെ ആകർഷിക്കണം, എന്റെ കൂടെ വരണം. എന്ന് നബി ഞങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും വേണ്ടി നടക്കുന്ന പെൺകുട്ടികൾ അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ആ 2 വിഭാഗവും നരകത്തിലേക്കെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ലോകാവസാനത്തിന്റെ അടയാളമായി അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇദ്ദേഹം ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. ഇനി വരേണ്ടത് ഇമാം മഹ്ദിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഇത് വേറൊരു ഉസ്താദാണ്. വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ,
നമുക്കറിയാം, വിശ്വാസികൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരാൻ ആഗതമാകാൻ സമയമായോ? ഇപ്പോൾ ഫലസ്തീനിൽ പ്രശ്നങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നു. പലരും പറയുന്നു ഇമാം മഹദിയുടെ അടയാളമാണ്, ഇമാം മഹദി വരുന്നതിന്റെ അടയാളമാണ് ഫലസ്തീനിലെ പ്രശ്നങ്ങളെന്ന്. അത് സത്യമാണോ? ഇമാം മഹദി വരുമ്പോൾ ഫലസ്തീനിൽ എന്തെല്ലാം സംഭവിക്കും? ബൈത്തുൽ മുഖദ്ദസിന് എന്തെല്ലാം സംഭവിക്കും? തുടങ്ങിയ കാര്യങ്ങൾ, അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ, അതിന്റെ അടയാളങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ, ഇബ്നു ഹമ്മാദ് തുടങ്ങിയവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഫലസ്തീനിൽ പ്രശ്നമുണ്ടാവുക എന്നുള്ളത് ഇമാം മഹദി വരുന്നതിന്റെ ഒരു അടയാളമാണ്. എന്നാൽ ഫലസ്തീനിലെ എല്ലാ പ്രശ്നങ്ങളും ഇമാം മഹദി വരുന്നതിന്റെ അടയാളമാണ് എന്ന് ലോകാവസാനത്തിന്റെ അടയാളമായി എന്തെല്ലാം സംഭവിക്കും എന്നത് നേരത്തെ തന്നെ അള്ളാഹു മുൻകൂട്ടി തീരുമാനിക്കുന്നു. ഇതിലെ ലോജിക്ക് എന്താണ് എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. സൗമ്യയുടെ കൈകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സൗമ്യ കൊല്ലപ്പെട്ടല്ലോ ഇസ്രായേലില്. അപ്പോ അവരങ്ങനെ കൊല്ലപ്പെടണമെന്ന് നേരത്തെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അല്ലാഹു. ഇനിയും ഒരു ചെറിയ കുഞ്ഞാകട്ടെ, ആ കുഞ്ഞ് വേട്ടക്കാരന്റെ കയ്യാൽ കൊല്ലപ്പെടണം എന്ന് എഴുതി വച്ചിരിക്കുന്ന അള്ളാഹുവിനേക്കാൾ ക്രൂരനാണോ ആ കുഞ്ഞിനെ കൊല്ലുന്നവൻ? ആ കുഞ്ഞിനെ കൊല്ലുന്നവൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, കൽപ്പനകൾ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യുന്നവനല്ലേ? അള്ളാഹു അങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യടാന്ന് പറഞ്ഞാൽ ചെയ്തല്ലേ പറ്റൂ. അപ്പോഴും എന്തുകൊണ്ടാണ് സൃഷ്ടികർത്താവായ ഇതെഴുതി രേഖപ്പെടുത്തി വെച്ചിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്ന അദ്ദേഹത്തെ ലോകത്തിന്നേ വരെ ഒരാളും വിരൽ ചൂണ്ടിയതായിട്ട് നമുക്കറിയില്ല, യുക്തിവാദികളല്ലാതെ. ഇതെല്ലാം എഴുതി വെച്ചിട്ട് എന്ത് കാര്യം? അത് തടയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ. മാൻ ഓടുന്നു ജീവനു വേണ്ടി. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മാൻ ഓടുകയാണ്. അതിൻ്റെ പിന്നാലെ സിംഹം ഓടുകയാണ്. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വേണം, അതിന് ഞാൻ കൊണ്ടുപോയാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമുള്ളൂ. അതുകൊണ്ട് ഇര പിടിക്കാൻ വേണ്ടി ഓടുന്ന സിംഹത്തെ പ്രോത്സാഹിപ്പിക്കുമോ അള്ളാഹു? അതോ തൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് അഭയാർത്ഥം ഓടുന്നത്, കുഞ്ഞുങ്ങൾക്ക് അഭയം കൊടുക്കാൻ എന്ന വണ്ണം ഓടുന്ന മാനിനെ സംരക്ഷിക്കുമോ അള്ളാഹു? ഇത് രണ്ടും ഒരേപോലെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അള്ളാഹു പിന്നീട് കാഴ്ചക്കാരൻ മാത്രമാകുന്നു. എന്നിട്ടും വിശ്വാസികൾ നെഞ്ചിലിടിച്ച് പ്രാർത്ഥനയോട് പ്രാർത്ഥന. അവര് പ്രാർത്ഥിക്കുവാണ്, എങ്ങനെ മാറും? അള്ളാഹു നേരത്തെ തന്നെ 4-ാം മാസത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ മൂർധാവിൽ എഴുതിയല്ലേ വിടുന്നത്? ഇന്ന സമയത്ത് ഇന്നതൊക്കെ സംഭവിക്കണം എന്ന് എഴുതി വിട്ടു കഴിഞ്ഞാൽ പിന്നീടത് മാറ്റിയാൽ അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹു മാറ്റിയതുപോലെയല്ലേ ആകുന്നത്? അപ്പോ നേരത്തെ തന്നെ ഈ ഫലസ്തീനിൽ ഇങ്ങനെ ഇസ്രായേലുമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നും സ്കൂളിൽ ബോംബ് വയ്ക്കണമെന്നും ഇത്രയധികം സ്കൂളുകളും കുഞ്ഞുങ്ങളും കൊല്ലപ്പെടണമെന്നും ഇത്രയധികം സ്ത്രീകളും കുട്ടികളും പൊട്ടിത്തെറിക്കണമെന്നുമൊക്കെ നേരത്തെ എഴുതി വച്ചിരിക്കുന്ന ഈ അള്ളാഹുവിനെ നമുക്ക് ഒറ്റ അർത്ഥത്തിൽ സാഡിസ്റ്റ് ദൈവം എന്ന് വിളിച്ചൂടെ? മനുഷ്യനിങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, തലയൊരിടത്ത്, കൈയൊരിടത്ത്, കാലൊരിടത്ത്, മനുഷ്യന്റെ ഉടലൊരിടത്ത്. ആഹാ, എന്ത് രസം! അതിനെ തടയാൻ സാധിക്കാതെ ഇവരെ രമ്യതയിലാക്കണമെങ്കിൽ, ഇവിടെ സമാധാനം പൂത്തു വിളയാടണമെങ്കിൽ ഈ സർവ്വലോക രക്ഷിതാവ് ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചാ പോരെ, ഒന്ന് പ്രവർത്തിച്ചാ പോരെ? പക്ഷേ അള്ളാഹു നനയ്ക്കമാട്ടെ. പറഞ്ഞുകൂടാ. മറിച്ച് ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് ഫലസ്തീനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കലുഷിതമായ അന്തരീക്ഷത്തിൽ മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ലോകാവസാനത്തിന്റെ അടയാളമായി ഇമാം മഹദി വരും. ഇമാം മഹദി വരുന്നതിന് മുന്നോടിയായി ഒരുപാട് അതിക്രമങ്ങൾ നടക്കും. അത് ഫലസ്തീനിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് നേരത്തെ തന്നെ അള്ളാഹു എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് അർത്ഥമുണ്ടോന്നറിയില്ല. കയ്യിൽ നിന്ന് ഫലസ്തീൻ കീഴടക്കും. ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു കീഴടക്കും. ഇത് വളരെ വ്യക്തമായി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന്റെ തെളിവുകളായി
അത് 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ലാ തഖൂമു സഅതു ഹത്താ തുഖാതിലുൽ യഹൂദ്. നിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജൂതന്മാരുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. അന്ന് പല അത്ഭുതങ്ങളും സംഭവിക്കും ലോകത്ത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വളരെ വ്യക്തമായി കാണാം, ഹത്താ യഖൂലൽ ഹജറു വറാഹു യഹൂദിയുൻ തആൽ യാ മുസ്ലിം ഹാദാ യഹൂദിയുൻ വറാഇ ഫഖതുലുഹു. ഓരോ യഹൂദിയും പോയിട്ട് കല്ലിന്റെയും അതുപോലെ തന്നെ മരത്തിന്റെയും പിന്നിൽ ഒളിച്ചു നിൽക്കുമ്പോൾ ആ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയുമത്രേ, ഓ മുസ്ലിമേ വരിക, എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ട്, നിങ്ങൾ അവനെ കൊല്ലുക എന്ന് കല്ലുകളും മരങ്ങളും പോലും പ്രകൃതിയിലെ വസ്തുക്കൾ പോലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വിളിച്ചു പറയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മഹാനായ ഇമാം ബുഖാരി അപ്പോ ലോകാവസാനത്തിന്റെ അടയാളമായി സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമിസ്റ്റുകളും ജൂതന്മാരും തമ്മിലുള്ള പോരാട്ടം. ജൂതനെ ഇത്രമാത്രം വെറുത്തിരുന്ന അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ജൂതനെ ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നില്ലേ? അവരെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? ഹിറ്റ്ലർ തന്നെ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് വിട്ടു. അവരാണ് ഇന്ന് ഇത്രയും എത്തി നിൽക്കുന്നത്. അപ്പോൾ അവരെത്ര ശക്തരാണ്, അവരുടെ കഴിവിൽ അവരെത്രമാത്രം ആത്മവിശ്വാസമുള്ളവരാണ്. അപ്പൊ അവരുമായി യുദ്ധം ചെയ്യുന്നതുവരെ അന്ത്യനാള് സംഭവിക്കില്ല എന്നത് ഈ ഗോത്ര പുസ്തകത്തിൽ എഴുതി വച്ചതിൻ്റെ പേരിൽ ഈ ലോകാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് പ്രവാചകന്റെ പേരിൽ അന്ന് എഴുതി വെച്ച സകലമാന വിവരക്കേടുകളും ഇന്ന് സംഭവിക്കുന്നു എന്ന് കപടഭക്തർക്ക് തോന്നുകയും ഇനിയും ഒന്നു മാത്രമേ സംഭവിക്കാനുള്ളൂ, നമ്മുടെ കൈകൊണ്ട് ജൂതന്മാരൊക്കെ കൊല്ലപ്പെടണം. കല്ലിന്റെയും മണ്ണിന്റെയും മരത്തിന്റെയും ഒക്കെ പുറകിൽ പോയി ഒളിക്കുന്ന ജൂതൻ പ്രത്യക്ഷത്തിൽ വരണം. കല്ലും മണ്ണും മരവും വിശ്വാസികളോട് വിളിച്ചു പറയണം, ഞങ്ങളുടെ പുറകിൽ ജൂതനുണ്ട് കേട്ടോ, ഓടിയോ മുസ്ലിമേ, കൊന്നോന്ന്. അങ്ങനെ കല്ലും മണ്ണും മരവും ഒക്കെ സംസാരിക്കുന്ന കാലമെത്തിയാൽ നമുക്ക് ഉറപ്പിക്കാം ഉടനെ തന്നെ ഇമാം മഹദി വരുമെന്നല്ലേ. തെറ്റിദ്ധരിച്ചു. രണ്ടുപേരും ഒരുപോലെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നോക്കൂ, തുഖാതിലുകുമുൽ യഹൂദ ഫതുസല്ലിതൂന അലൈഹിം. നിങ്ങൾ ജൂതന്മാരുമായി അവസാന കാലമാകുമ്പോൾ യുദ്ധം ചെയ്യും, നിങ്ങൾ അവരുടെ മേൽ അധികാരം നേടും. സുമ്മ യഖൂലുൽ ഹജറു, പിന്നെ കല്ലുകളും മറ്റുമൊക്കെ വിളിച്ചു പറയും, യാ മുസ്ലിം ഹാദാ യഹൂദിയുൻ വറാഇ ഫഖതുലുഹു. ഓ മുസ്ലിം, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്, അവനെ നിങ്ങൾ കൊല്ലുക എന്ന് വിളിച്ചു പറയുമത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ വ്യക്തമായ സ്വഹീഹായ ഹദീസിൽ ഇത് കല്ലിനും മരങ്ങൾക്കും വരെ വലിയ പ്രശ്നമാണ് ഇദ്ദേഹത്തെ ഒന്ന് ഇല്ലാതാക്കാൻ, ഈ ജൂതന്മാരെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇമാം മഹദിയുടെ വരവാണ്. ഇമാം മഹദി വരാനായോ എന്നുള്ള വസ്തുതയാണല്ലോ നമുക്ക് വേണ്ടത്. നമുക്കത് നോക്കാം. വിശ്വാസികൾക്കു വേണ്ടി ദാവൂദ് നബിയുടെ ഡാൻസ് സ്വർഗത്തിൽ ഉണ്ടാകുമെന്നും നടയടിയായി പെണ്ണിനെയും അതുപോലെ സ്പൈസിയായ മീനിന്റെ കരളും കിട്ടുമെന്ന് ഈ കേരളക്കരയെ പഠിപ്പിച്ച കബീർ ബാക്കവി അധികമാരും മറക്കാനിടയില്ല. അദ്ദേഹം പറയുന്നു ഇമാം മഹദിയെ കുറിച്ച്. നമുക്കത് കേൾക്കാം. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാ ഇമാമുനാ മഹദി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ മഹദിയു മിൻ ഇത്റതി മിൻ ഉൽദി ഫാത്തിമ. അൽ മഹദിയു മിൻ ഇത്റതി. ഇമാം മഹദി എന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവനാണ്. ഇമാം മഹദി എന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ കുടുംബ പരമ്പരയിലെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നബിയുടെ കുടുംബ പരമ്പര എന്ന് പറയണമെങ്കിൽ നബിക്ക് ആൺകുട്ടി ഉണ്ടാകണം. ആ ആൺകുട്ടിയിലൂടെ വരണം തലമുറ. ഇത് നബിയുടെ മകളായ ഫാത്തിമയെ കല്യാണം കഴിച്ചിരിക്കുന്നത് അലിയാണ്. അലിയുടെ കുട്ടികളാണ് ഹസനും ഹുസൈനും. അവരെങ്ങനെയാണ് നബിയുടെ കുടുംബ പരമ്പരയാകുന്നത്?
ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. ഇമാം മഹ്ദിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന്. എന്റെ പേരിനോട് സമാനമായ പേരായിരിക്കും ഇമാം മഹ്ദിയുടെ പേരെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇമാം മഹ്ദി വരും എപ്പോഴെന്നറിയുമോ? ലോകവ്യാപകമായി ഇസ്ലാമിക സമൂഹത്തിനെതിരെ കടന്നുകയറ്റം നടക്കുമ്പോ ഇസ്ലാമിക സമൂഹത്തിന്റെ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കപ്പെടുമ്പോ, മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ലോകം വഴുതി വീഴുമ്പോ, ആണവായുധത്തിന്റെ തടുക്കം മുറുകുമ്പോ, ലോകരാഷ്ട്രങ്ങൾക്ക് ഇടമത്സരമുണ്ടാകുമ്പോ, ഒരു വലിയ രക്തച്ചൊരിച്ചിലേക്ക് ലോകം മാറി നിൽക്കുമ്പോ, ആ സമയത്ത് ലോകം മുഴുവനും നേരത്തെ ഈ കാര്യം ഞാൻ നേരത്തെ വളരെ വ്യവസ്ഥാപിതമായി പറഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവനും ഒരു നായകനെ തേടുമ്പോ ഇസ്ലാമിക സമൂഹത്തിന് നേതാവില്ല. ഇമാമുദ്ദീൻ സഞ്ചിക്ക് ശേഷം, നൂറുദ്ദീൻ സഞ്ചിക്ക് ശേഷം, ഉമർ മുഖ്താറിന് ശേഷം, ചുരുക്കത്തിൽ ലോകം മുഴുവനും പ്രശ്നങ്ങളിലാകുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹം ആക്രമിക്കപ്പെടുമ്പോൾ, അവർക്കൊരു കൃത്യമായ ഗൈഡ് എന്ന് പറയുന്ന ഒരു നേതാവില്ലാതെയാകുമ്പോൾ, നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് എന്ന് പേരുള്ള അബ്ദുള്ള എന്ന് പേരായ വ്യക്തിയുടെ മകൻ ഇമാം മഹദി എന്ന് പറയുന്ന വ്യക്തി ലോകം ഭരിക്കാൻ വേണ്ടി വരും. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇനിയും ഇമാം മഹദി വരും എന്നുള്ളത് സത്യമാണോ, ഇമാം മഹദി വന്നോ എന്നുള്ള വിഷയം കൂടി നമുക്കൊന്നറിയണം. കാരണം ഇത്ര അടയാളങ്ങൾ കണ്ട സ്ഥിതിക്ക് എന്തായാലും വരണമല്ലോ. അതൊക്കെ യൂട്യൂബിലും മറ്റുള്ള എല്ലാ സ്ഥലത്തും പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും, മനസ്സിലാക്കാം. ഇപ്പൊ മഹദി എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യത്തിൽ വന്ന ഒരാളാണ്. അത് ഞാൻ തന്നെയാണ്. അൽഹംദുലില്ലാഹ് എനിക്ക് വഹി ഇറങ്ങലുണ്ട്. അള്ളാഹുവിന്റെ ഞാൻ അള്ളാഹുവിനെ കണ്ട ആളാണ്. അക്ഷരം മാറിയിട്ടില്ലല്ലോ, വഹി തന്നെയല്ലേ? ഓക്കെ. അപ്പോൾ നബിയുടെ പരമ്പരയിൽപ്പെട്ട ഇമാം മഹദി അങ്ങനെ ഇതാ കണ്ണൂരിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. അയാളുടെ പേര് മുഹമ്മദ് എന്നാണോ അബ്ദുള്ളയുടെ മോനാണോ എന്നറിയില്ല. രൂപം കണ്ടിട്ട് ഈസാ നബി ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചാണ്. പോട്ടെ. അപ്പോൾ ഇദ്ദേഹം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അള്ളാഹു ചില സന്ദേശങ്ങൾ ജിബ്രീലിലൂടെ ഇദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇദ്ദേഹം ചിലപ്പോൾ മുഹമ്മദ് നബിക്ക് സംഭവിച്ച അബദ്ധങ്ങളൊന്നും ആവർത്തിക്കില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇമാം മഹദി നിങ്ങൾക്കിറങ്ങുന്ന ദൈവിക സന്ദേശങ്ങളൊക്കെ മറക്കാതെ നിങ്ങൾ എഴുതി വെച്ച് ഈ ജൂതൻ്റെ പോഡിനകത്ത്, അതായത് ഈ ഫോണ്, യൂട്യൂബ് പോലെയുള്ള സംവിധാനത്തിനകത്ത് സൂക്ഷിക്കണം. വരുന്ന തലമുറയ്ക്ക് അങ്ങനെ തന്നെ നോക്കി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കാതെ. നബിക്ക് എന്തായാലും കിട്ടിയതിന് നബി വെള്ളം ചേർത്തു, അതല്ലെങ്കിൽ നബിയുടെ അനുചരന്മാർ വെള്ളം ചേർത്തു. ആ സമയത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചില്ല. നബിയുടെ ദൗത്യം പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരുപാട് പ്രശ്നത്തിലായി. അതുകൊണ്ട് ഇമാം മഹദിക്കെങ്കിലും അത് സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മളത് പറഞ്ഞതേ. അള്ളാഹുവിനെ കണ്ട ആളാണ്, കണ്ട വ്യക്തിയാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ശരി, വിശ്വസിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഞാനത് വിളിച്ചു പറഞ്ഞിട്ടും നിങ്ങൾക്കാർക്കും ഒരു കൂസലുണ്ടായിട്ടില്ല. ഞാനെന്ത് ഭ്രാന്ത് വട്ട് പറയുന്നതായിട്ട് നിങ്ങൾക്കല്ല തോന്നിയത്. അതല്ല, വളരെ കൃത്യമായിട്ടൊരു എനിക്കറിയാം. ഞാനും അള്ളാഹുവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ മലക്കുകളും തമ്മിൽ നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അൽഹംദുലില്ലാഹ്. ഇത് എന്തോ കൂടിയ ഇനമാണെന്ന് തോന്നുന്നു. എന്തായാലും വലിച്ചതായിരിക്കില്ല. ഒരുപക്ഷെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ പുക മൊത്തം കയറിയതായിരിക്കും. മലക്കുകളെയും കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ജിബ്രീലിനെ കാണുന്നുണ്ട്, അള്ളാഹുവിനെ കാണുന്നുണ്ട്. അതുവഴിയുള്ള സന്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ചര്യ പിൻപറ്റിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വളരെ സത്യസന്ധമായിട്ട് എനിക്ക് എവിടെയും വിളിച്ചു പറയാനുള്ള കരുത്തും ധൈര്യവും ഉണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നു, ഇനിയും അങ്ങോട്ടേക്കും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഈ കരുത്തും ധൈര്യവും ഇദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഏതോ ഒരു കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു എന്നും കണ്ടു. അപ്പോ പറഞ്ഞു വരുന്നത് അള്ളാഹുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഈ കണ്ണുകളോട് കണ്ടിട്ടുണ്ട് എന്നതാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടില്ല? അള്ളാഹു എന്നോട് സംസാരിച്ചിട്ടുമുണ്ട്. നിങ്ങളോട് ആരും സംസാരിച്ചിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാകും, വഴിയെ തിരിയും. പിന്നെ കാര്യമായിട്ടിപ്പോ വന്നത് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു സംസാരിച്ചിട്ടുമുണ്ട്. നിങ്ങളോട് ആരും സംസാരിച്ചിട്ടില്ലല്ലോ? ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാകും, വഴിയെ തിരിയും. പിന്നെ കാര്യമായിട്ടിപ്പോ വന്നത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അതായത് നിരന്തരമായിട്ട് ഒരു 10-20 വർഷം 25 വർഷമായി എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം. ഞാനൊരു സ്കാനർ തന്നെയാണ്. ഞാനൊരു അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നതാണ്. അതേപോലെ ഇങ്ങനെ മമ്മൂട്ടി മോഹൻലാലെല്ലാം അഭിനയിക്കുന്നില്ല, അതേപോലെ വിജയത്തിനും എത്തുന്നത്. അപ്പോ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇനിയിപ്പോ ശരിക്ക് ഇദ്ദേഹം ഇന്ന് ഏതവസ്ഥയിലാണ്, ഇദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്നുകൂടി നമുക്കൊന്നറിയണം. ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ വിഷമമാണ്. ആ വിഷമം ഒന്ന് തീർത്തു കൊടുക്കണം. തെളിവ് എന്നുള്ളതും എന്താ സംഗതികൾ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്താണ് തെളിവ് എന്നുള്ളതും എന്താ സംഗതികൾ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഒരുമാതിരി ഈ യൂട്യൂബിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ നിങ്ങൾ തൊപ്പിയും മറ്റേ കോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് മടിക്കെതിരെ നീങ്ങാനുള്ള വല്ല പുറപ്പാടുണ്ടെങ്കിലുണ്ടല്ല, ഞാൻ അത് നിർത്തിത്തരും. അതെനിക്കറിയാം, മനസ്സിലായ? അപ്പൊ ഞാൻ ആളെ കൂട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ 100 ആളെ എന്റെ കൂടെ നിൽക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ 1000 ആൾക്കാർ എന്റെ പിറകിൽ നിൽക്കാൻ വേണ്ടിട്ടോ എന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് ലാഭം കൊയ്യാൻ വേണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. മനസ്സിലായ? ഇത് വളരെ കൃത്യമായ സത്യമാണിത്. ഹക്കാണ് എന്ന് പറഞ്ഞിട്ട് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തമാശം കളിയും അല്ലെ? ഒരുപാട് പേര് എന്റെ മെസ്സേജിലൊക്കെ കയറിയിട്ട് ഒരുപാട് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടോ? അതുണ്ടാവില്ല. അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള അറിവും സത്യമായിട്ടുള്ള വാചകങ്ങളുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇമാം മഹദി നല്ല ചൂടിലാണെന്ന് തോന്നുന്നു. വിളിച്ചു പറയുകയും ചെയ്തു. അല്ലാണ്ട് ഞാൻ എന്റെ മനസ്സിൽ ഒതുക്കി വെക്കുകയല്ല ചെയ്തത്. എനിക്ക് വെളിപ്പെടാൻ സമയമായതിനാൽ ഞാൻ വെളിപ്പെട്ടു. അല്ലാതെ പിന്നെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതൊന്നും അല്ല. മനസ്സിലായ? ഒരുപാട് പേര് എന്നെ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമല്ല. ഞാൻ ഒരുപാട് മുള്ളുകളും കുപ്പിച്ചില്ലുകളും ചവിട്ടിയിട്ട് തന്നെയാണ് ഇതുവരെ ജീവിച്ചത്. ഒരുപാട് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ടേക്ക് വന്നതും ഈ സ്ഥിതിയിൽ വരെ എത്തിയതും. എന്നിട്ടും അതുപോലെ തന്നെ എന്റെ കൂടെ ഞാൻ സഹായിച്ച ആൾക്കാർ പോലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, എന്റെ കൂടെ നിൽക്കാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി ഞാൻ ഒന്ന് ടെസ്റ്റ് അടിച്ചു. അപ്പൊ അതുപോലും ഇല്ല. പോട്ടെ, എനിക്ക് അതൊന്നും വിഷമമൊന്നും ഇരുത്തുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സംഗതിയില്ല, സങ്കടവുമില്ല, ദുഃഖവുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംതൃപ്തിയും സന്തോഷവും എനിക്കുള്ളത്. അപ്പോ ഇമാതിരി ഞാനൊരു ഫേസ്ബുക്കില് മുമ്പേ 3 മാസങ്ങൾക്ക് മുമ്പേ മഹദിയാണെന്ന് പറഞ്ഞു ഇട്ടിട്ട് ഇതുവരെ ഒരു പണ്ഡിതനും കേരളത്തിൽ നിന്ന് ചോദിക്കാനുണ്ടായിട്ടില്ല എന്നോട്. അതിനുശേഷം ഇപ്പൊ വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവർ കുറെ ഹദീസുകൾ എടുക്കുക, അതുപോലെ തന്നെ കുറെ അറബി വാചകങ്ങൾ പറയാ, അവർ പാരമ്പര്യം പറയാ. വരട്ടെ ഇങ്ങോട്ടേക്ക്, ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കാം അവർക്ക്. അവര് 50, 10, 100 എത്ര പേരെങ്കിലും വന്നിട്ട് ലോകം മുഴുവൻ വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അത് ഒന്നുകിൽ ആ വാക്കിൽ നിന്ന് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണമാണ്. ഈ 2 കാര്യങ്ങളെ നടക്കൂ. അല്ലാതെ തോറ്റിട്ട് പിന്മാറുന്ന ഒരുത്തനൊന്നല്ല മഹദി. മനസ്സിലായ? അപ്പൊ മഹദി എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും മറ്റുള്ളതിൽ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. ആ പ്രചരിപ്പിച്ചതൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പറയുന്നതാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ചില കാര്യങ്ങളൊക്കെ. മനസ്സിലായ? മഹദീനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം പണ്ഡിതന്മാരെ 10, 100 പേരെ വിളിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരിക, എന്നിട്ട് സംസാരിക്കുക. അല്ലാണ്ട് ഞാൻ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് ഇറക്കേണ്ട ആളൊന്നുമല്ല. മനസ്സിലായ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇമാം മഹദി വളരെ ചൂടിലാണ്, ആൾക്കാർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ. പിന്നെ അദ്ദേഹം ജൂതന്മാരുടെ ഭാഷ കടമെടുക്കുന്നുണ്ട്, കാഫറുകളുടെ ഭാഷ, ജൂതനുണ്ടാക്കിയ മീഡിയകൾ കടമെടുക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ശരി, അള്ളാഹു
മഹദിയുടെ കൂടെ ഉള്ളിടത്തോളം കാലം യൂട്യൂബിൽ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ നാളെ പിടിക്കപ്പെടും. അവർക്കൊക്കെ തിരുത്തി പറയേണ്ടി വരും. ഞാൻ എന്തായാലും ഒന്നും പറയാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടേ